ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 18. ആവശ്യമില്ലാത്ത അതിഥികൾ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കേണമേ. സങ്കീർത്തനങ്ങൾ 19:12-13. ശില്പയും അജയും ആകർഷകമായ ആ സ്ഥലത്ത് ഉല്ലാസപൂർവം മധുവിധു ആഘോഷിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അജയുടെ കാലിൽ ചൊറിച്ചിലും തടുപ്പും കാണപ്പെട്ടു. ഒരു പകർച്ചവ്യാധി വിദഗ്ധനെ അവർ കണ്ടു. പുതിയ ചെരുപ്പ് ധരിച്ചപ്പോൾ ഉണ്ടായ കുമിളകളിൽ കൂടി അണുക്കൾ പ്രവേശിച്ച് ഉണ്ടായ പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉല്ലാസത്തോടെ ആരംഭിച്ച ആഘോഷം അനാവശ്യമായി വന്നു ചേർന്ന അതിഥികൾ മൂലം പ്രയാസകരമായ അനുഭവമായി മാറി. പാപത്തോട് പോരാടുവാൻ ദൈവത്തോട് സഹായം ചോദിച്ചില്ലെങ്കിൽ ആവശ്യമില്ലാതെ വന്നു ചേരുന്ന അതിഥികളായ പാപവും മത്സരവും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഹൃദയാഭിലാഷത്തിന് വിലങ്ങുതടിയാകുമെന്ന് ദാവീദിന് അറിയാമായിരുന്നു. പ്രകൃതിയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്നും ദൈവിക കൽപ്പനകളിൽ അടങ്ങിയ ജ്ഞാനം എത്രയധികമെന്നും വിവരിച്ച ശേഷം ദാവീദ് മനഃപൂർവമല്ലാത്തതുമായ എല്ലാ അനുസരണക്കേടിൽ നിന്നും തന്നെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കേണമേ. പാപമെന്ന പകർച്ചവ്യാധി ബാധിക്കാതെ തടയാൻ യാതൊരു മാനുഷിക പ്രയത്നത്തിനും സാധിക്കുകയില്ലെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ബുദ്ധിപൂർവം അദ്ദേഹം ദൈവത്തിൻ്റെ സഹായം തേടി. ദൈവത്തെ മാനിച്ച് ജീവിക്കുവാനുള്ള നമ്മുടെ സ്വപ്നത്തെ പാപം തട്ടിത്തെറിപ്പിക്കുന്നില്ലെന്ന് എങ്ങനെ ഉറപ്പാക്കും? ദൈവത്തിലേക്ക് തന്നെ കണ്ണുകൾ ഉയർത്താം. പാപം ഏറ്റുപറഞ്ഞ് അനുതപിക്കാം. ജീവിതത്തിൽ നുരന്നു കയറുന്ന അനാവശ്യമായ ആത്മീക പരാധങ്ങളെ അകറ്റി നിർത്താൻ ദൈവിക സഹായം തേടാം. ചിന്തിക്കുക, ആത്മീക ശീലങ്ങളായ ഏറ്റുപറച്ചിലിനും അനുതാപത്തിനും ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? ദൈവത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി നിങ്ങൾ ഗൗരവമായി കാണുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം.